ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊക്കെ നമ്മളെ വീട്ടിൽ വരുന്ന മയിലുകളാട്ടോ. രാവിലെ അടുക്കളവാല് തുറന്നാൽ കാണുന്ന മയിലുകൾക്ക് ഇപ്പോൾ ഇന്നൊരു പേടിയില്ലാതായിരിക്കണം. ദിവസം വന്ന് കോഴിത്തീറ്റയും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ കേട്ടോ. അതായത് കോഴി വളർത്തൽ തുടങ്ങിയ ഒരാൾക്ക് കോഴിനെ സെയിലാക്കാൻ അറിയില്ല, മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല, പാക്ക് ചെയ്യാൻ അറിയില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ അറിയില്ല, ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധാരണ വീഡിയോ ആണെന്ന്. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ കോഴിനെ അയക്കുന്ന ആളൊക്കെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളോട് 1-2 സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ കോഴി സെയിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറിപ്പോയാൽ 300-400 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ തുടക്കക്കാരായ ഒരാൾ ഗ്രൂപ്പിൽ കോഴിനെ ഭയങ്കര റേറ്റിൽ സെയിലിട്ടാൽ ആ കോഴി സെയിലാവില്ല, വീട്ടിലേ നിൽക്കുള്ളൂ. സെയിലാവാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് ഇപ്പോൾ സെയിൽ കിട്ടുക എന്ന് പറയണമെങ്കിൽ നമ്മൾ തുടക്കക്കാരെ മിതമായ റേറ്റിൽ, ഞാൻ എപ്പോഴും പറയലുണ്ട്, മിതമായ റേറ്റിൽ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കോഴികളെ കൊടുക്കുക. അപ്പോൾ ഇത് വാങ്ങിച്ച് ആൾക്കാർക്ക് മനസ്സിലാവും ഇന്നാളെ കോഴി നല്ല കോഴികളാണ്. അങ്ങനെയാണ് സെയിൽ കിട്ടുക, അങ്ങനെയാണ് സെയിൽ താൻ നമ്മളെ അടുത്തേക്ക് വരും. പിന്നെ നമ്മൾ എവിടെയും ഒന്നും ഇടണ്ട, പോസ്റ്റ് ഇടണ്ട, അല്ലാതെ തന്നെ ആൾക്കാർ ചോദിച്ചു വരും. പിന്നെ ഇതൊക്കെ അധികം കസ്റ്റമേഴ്സും അങ്ങനെ തന്നെ കേട്ടോ. എന്താ വെച്ചാൽ നമ്മളോട് വാങ്ങിയ ആൾക്കാർ തന്നെയാണ് നമ്മളെ കോഴികളെ പിന്നെയും വാങ്ങുന്നത്. കോഴിക്കുട്ടികളിനെയൊക്കെ അങ്ങനെ പോലെ തന്നെ വാങ്ങിയ ആൾക്കാർ തന്നെയാണ് പിന്നെയും വാങ്ങുന്നത്. അത് നല്ല സാധനം കൊടുക്കാൻ നോക്കുക. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം കേന്ദ്രീകരിച്ച് സെയിലിട്ടാൽ ഒന്നും നടക്കൂല കേട്ടോ. അതായത് നമ്മളിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും കൊടുക്കുക, FBയിൽ കൊടുക്കുക, ഇൻസ്റ്റയിൽ കൊടുക്കുക, യൂട്യൂബിൽ കൊടുക്കുക, ഒക്കെ കൊടുത്തിട്ട് സെയിലാക്കാൻ നോക്കുക. നമ്മളടുത്ത് സാധനം ഉണ്ട് എന്നുള്ളത് വേറൊരാളെ അറിയിക്കുക, എന്നിട്ട് വേണം സെയിലാക്കാൻ. പിന്നെ കൂടുതലും സെയിലാക്കാൻ ബുദ്ധിമുട്ടുന്നത് വീട്ടമ്മമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവർ ഈ വാട്സപ്പ് നോക്കാനും ഗ്രൂപ്പ് നോക്കാനും ഫോൺ നോക്കാനും ഒക്കെ ഇവർക്ക് അറിയും, കോഴി സെയിലാക്കാൻ മാത്രം ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ വീട്ടമ്മമാരെ സഹായിക്കാനായിട്ട് കുറേ ഇടനിലക്കാരും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതായത് 500 കോഴി ഇപ്പോൾ 200-നൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ 300 ഓരോ ലാഭമാണ്. അപ്പോൾ ഈ ഒന്നും കഴിയൂലെന്ന് വെച്ചാൽ വീട്ടിലിരുന്നാലേ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പിന്നെ പ്രോഡക്റ്റ് വിൽപ്പന ചെയ്യാൻ നമുക്ക് അറിയണം. എന്നാൽ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാൻ അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും തന്നോളി, നമ്മളെ കോയിനെ എന്തെങ്കിലും പെരേന്ന് കൊണ്ടുപോയാൽ മതി എന്നുള്ള വിചാരമായിട്ട് നിന്നാൽ അങ്ങനത്തെ മനോഗതി ഉള്ളവർക്ക് അങ്ങനെ നടത്താം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴിനെ സെയിലിട്ട് അപ്പോൾ ഒരാൾക്ക് നമ്മളെ കോഴിനെ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വണ്ടിക്കാരെ കോൺടാക്ട് ചെയ്യുക. അതായത് വണ്ടിക്കാരെ നമ്പറൊന്നും അറിയാത്തവർക്കൊക്കെ എന്നോട് പേഴ്സണലി മെസ്സേജ് ഇട്ടവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. വണ്ടിക്കാരോട് ചോദിക്കുക, ഈ പിന്നെ വാങ്ങുന്ന ആളെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക, ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ, എന്നാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പാക്ക് ചെയ്യുക, പെട്ടീൻ്റെ മേലെ ആളുടെ പേരും പിന്നെ സ്ഥലവും പിന്നെ ഫോൺ നമ്പറും വെച്ചിട്ട് അയയ്ക്കുക വണ്ടിയിൽ. വണ്ടി മെയിൻ റോഡിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. അതായത് കട്ട് റോഡിലൊന്നും വരില്ല. നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് മെയിൻ റോഡിൽ എത്തിച്ചു കൊടുക്കാൻ. ഞാനും തന്നെ ഇവിടെ നോക്കി ഒരു 15 മിനിറ്റ് ഉണ്ട് മെയിൻ റോഡിലേക്ക്, എന്നിട്ടൊക്കെയാണ് എത്തിക്കുന്നത്. ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സിലാട്ടോ കോഴിനെ പാക്ക് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകൾ നമുക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, എല്ലാ പലചരക്ക് കടയിൽ കിട്ടും, ഹോൾസെയിൽ കടയിൽ ഇത് വെറുതെ കിട്ടും. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇവിടെയൊക്കെ 10 രൂപ കൊടുക്കണം കേട്ടോ. സാധാ പലചരക്ക് കടയിലാണെങ്കിൽ ഇതിന് 6 രൂപ കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കോഴിൻ്റെ സൈസിനനുസരിച്ചുള്ള ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ചെറിയ ബോക്സിൽ കോഴിനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് വെക്കരുത്. ഇപ്പം ഈ ഒരു ചെറിയ പെട്ടിയുണ്ടോ, ഇതിലൊക്കെ നമുക്കാരോ കോഴിക്കുട്ടിനെ തന്നത്, തീരെ ഉറപ്പില്ലാത്തൊരു ബോക്സാണ്. അങ്ങനത്തെ തല്ലിപ്പൊളി ബോക്സിലൊന്നും അയക്കരുത്. അത്യാവശ്യം കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് സെലക്ട് ചെയ്യുക കേട്ടോ. ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബോക്സിൻ്റെ അടിഭാഗം നല്ലോണം നമ്മൾ ടേപ്പ് ഇട്ട് ഒട്ടിക്കുക എന്നുള്ള കേട്ടോ. അടിഭാഗവും സൈഡ് ഭാഗവും ഒട്ടിക്കുക എന്നുള്ളതാണ് അടിഭാഗം. പിന്നെ നല്ല ഉറപ്പുള്ള ബോക്സ് വാങ്ങിക്കുക. പിന്നെ കോഴിക്ക് നിൽക്കാനുള്ള ഹൈറ്റിന് ഭാഗത്തുള്ള ബോക്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പൂവനൊക്കെ അയക്കുമ്പോൾ ഇത്ര ഹൈറ്റുള്ള ബോക്സ് എന്തായാലും വേണം കേട്ടോ. എന്താ വെച്ചാൽ ഈ കോഴി ഇപ്പോൾ കാസർഗോഡും തിരുവനന്തപുരം വരെ പോവുകയാണെങ്കിൽ അതുവരെ കോഴി ബോക്സിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാലൊക്കെ തളർന്ന് നാശമാവും കേട്ടോ. പിന്നെ ഹോൾസ് ഇടുകയാണെങ്കിൽ നമുക്കിതാ എങ്ങനെ വേണമെങ്കിൽ ഹോൾസ് ഇടാം. ഇതേപോലെ കീറിയിട്ട് ഇടാം, റെക്റ്റാങ്കുലറായിട്ട് ഇടാം, വട്ടത്തിൽ വേണമെങ്കിൽ ഹോൾസ് ഇടാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബോക്സിന് ഹോൾസ് ഇടാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു വേനലായതുകൊണ്ട് നല്ല പോലെ ഹോൾസ് ഇടണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ബോക്സിൽ അയക്കുന്ന കോഴികൾക്ക് നമ്മൾ കാല് കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും കാല് കെട്ടരുത്. ബോക്സിലിടുന്ന കോഴികൾക്ക് കാല് കെട്ടാതെ വേണം ബോക്സിലിടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴീൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ബോക്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. ചെറിയ പെട്ടിയിൽ ഇവർ അയക്കരുത് കേട്ടോ. അത്യാവശ്യം ഇവർക്ക് നിൽക്കാനുള്ള സ്പേസൊക്കെ ഉള്ള ടൈപ്പുള്ള ബോക്സ് സെലക്ട് ചെയ്യുക, അടിഭാഗം ഒട്ടിക്കുക. പിന്നെ ഹോൾസ് നല്ലോണം ഇടുക. ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് നല്ല പോലെ ഹോൾസ് ഇടുക. പിന്നെ എന്താ പാം ഓയിലിൻ്റെയും കോക്കനട്ട് ഓയിലിൻ്റെ ഒക്കെ ചെറിയ ബോക്സിൽ കോഴിക്കുട്ടികൾ അയക്കണേക്കാട്ടും നല്ലത് ഇപ്പോൾ ഈ വേനലിൽ ഇതുപോലെ നല്ല ഹൈറ്റുള്ള ബോക്സ് സെലക്ട് ചെയ്തിട്ട് കോഴിക്കുട്ടികളെ അയക്കുക കേട്ടോ. നല്ല ഹൈറ്റുള്ളാകുമ്പോൾ അത്യാവശ്യം കാറ്റോട്ടം കിട്ടും. പിന്നെ നമ്മൾ ബോക്സ് പാർട്ടീഷൻ ചെയ്ത് അയക്കണം. 2-3 ബാച്ച് മക്കളെ അല്ലെങ്കിൽ പൂവനും മക്കളെയൊക്കെ അയക്കുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ള ബോക്സ് വാങ്ങിക്കുക കേട്ടോ. ഇതുപോലെ നീളത്തിലുള്ള ബോക്സ് വാങ്ങിയിട്ട് നടുക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് അയക്കാം കേട്ടോ. പാർട്ടീഷൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നടുക്ക് കൂടെ നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു വടിയൊക്കെ വെച്ചിട്ട് അത് ഒട്ടിക്കുക ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ അയച്ചു പോയി
കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കണ്ടോ ഞാനിങ്ങനെ പേപ്പർ വെച്ച് കാണിക്കുക. ഇതേപോലെ കാർഡ്ബോർഡ് വേറൊരു ബോക്സ് വാങ്ങിയിട്ട് അത് കീറിയിട്ട് അതിൻ്റെ കാർഡ്ബോർഡിൻ്റെ നടുക്ക് വെച്ചിട്ട് നല്ലപോലെ പാർട്ടീഷൻ ചെയ്ത് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാക്കിങ് ചെയ്യുക. അടിഭാഗം ഒട്ടിക്കുക, നല്ലപോലെ ഹോൾസ് ഇടുക, കോഴിക്ക് നിൽക്കാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബോക്സ് മേടിക്കുക, പിന്നെ അതുമേൽ കിട്ടേണ്ട ആളുടെ പേര്, നമ്പർ, സ്ഥലം ഇതൊക്കെ അയക്കുക. എന്നിട്ട് പിന്നെ വണ്ടിക്കാരെടുത്ത് കൊടുക്കുക. പിന്നെ കോഴീൻ്റെ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ കോഴിനെ വിറ്റ് കഴിഞ്ഞ് നമുക്ക് പൈസ കിട്ടണമല്ലോ. അപ്പോൾ കോഴി അയക്കണേ മുന്നേ ആയിട്ട് തന്നെ പൈസ അയക്കാനേ വാങ്ങിച്ച ആളോട് പറയണം. ഒന്നെങ്കിൽ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ ഇല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിലേക്കോ അങ്ങനെ അയക്കാൻ പറയാം. അങ്ങനെ നമ്മൾ പൈസ കിട്ടിയതിൻ്റെ ശേഷമാണ് കോഴി അയക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഷോപ്പിലൊക്കെ പോയാൽ അങ്ങനെ തന്നെയാണല്ലോ, പൈസ കൊടുത്തതിൻ്റെ ശേഷമല്ലേ സാധനം മേടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കോഴീനെ അയക്കുകയാണ് ചെയ്യുന്നത്. അയക്കുമ്പോൾ അത് വാങ്ങിക്കുന്ന ആളാണ് വണ്ടിക്കാർക്കുള്ള പൈസ കൊടുക്കുന്നത്. വണ്ടിക്കാർക്ക് ഒരു ബോക്സിന് 300 രൂപ കേട്ടോ. കേരളത്തിൽ എവിടേക്കാണെങ്കിലും 300ആണ്. തൊട്ടടുത്തുനിന്ന് അടുത്തേക്കാണെങ്കിലും ദൂരേക്കാണെങ്കിലും ഒക്കെ 300ആണ് ഓരോ ചാർജ്. അതായത് ഒരു ബോക്സിന്. ഇപ്പോൾ നമ്മൾ 2 ബോക്സൊക്കെ അയക്കുകയാണെങ്കിൽ 600 കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസ വാങ്ങിച്ചതിന് ശേഷം കോഴിനെ അയക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കോഴികളെ മാത്രം അയക്കാൻ നോക്കുക. അസുഖമുള്ള കോഴിനൊന്നും ആർക്കും കൊടുക്കരുത്. മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് ഒരാൾ സാധനം മേടിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയുള്ള കോഴികളെ, നല്ല കോഴികളെ നോക്കിയിട്ട് അയക്കുക. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ വേനൽക്ക് കോഴി അയക്കുമ്പോൾ നിർബന്ധമായിട്ട് ബോക്സിൽ തക്കാളിയോ കക്കേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറിച്ചിട്ട് കൊടുക്കട്ടോ. അല്ലെങ്കിൽ കോഴികൾക്ക് ക്ഷീണം കുടുങ്ങിപ്പോകും. ദൂരത്തേക്ക് അയക്കുമ്പോൾ പ്രത്യേകിച്ച്, കോഴിമക്കളുടെ കാര്യം പ്രത്യേകിച്ച് എന്തായാലും മുറിച്ചിട്ട് കൊടുക്കുക തക്കാളി എന്തെങ്കിലും. ഞാനെന്ന് പറഞ്ഞാൽ ഈ തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു കാഷ്ടിക്കും കൂടി ചെയ്യുമ്പോൾ എല്ലാം കൂടി അളിഞ്ഞ് ചീഞ്ഞ് നാശമാകും. അതുകൊണ്ട് ഞാൻ ബോക്സിൻ്റെ അടിയിൽ ചെറിയൊരു ലെയർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പേപ്പർ, പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ കഷ്ണം വെക്കും. പിന്നെ അതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ വെക്കും. അതിൻ്റെ മേലെയാണ് ഈ തക്കാളിയൊക്കെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വേനലിൽ ഞാനൊന്നും കൊടുക്കാതെ കോഴികൾ അയക്കലില്ല. നല്ല രീതിക്ക് ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കലുണ്ട്. തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മളെ കോഴികൾ അയക്കുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കോഴികളെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ നമ്മളോട് മേടിക്കുന്നത്. അപ്പോൾ നല്ല കോഴികളെ അയക്കാൻ നോക്കുക. നല്ല പാക്കിങ്ങിൽ വൃത്തിക്ക് അയച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ തുടക്കക്കാർ മിതമായ റേറ്റിൽ കൊടുക്കാൻ നോക്കുക. ഇപ്പം പാക്ക് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. പാക്കിങ്ങിനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോയിലൂടെയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ നമ്പർ ഇല്ലാത്തവർക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്പറും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.